നമുക്ക് ചുറ്റുമുള്ള വ്യക്തികൾ നമ്മളോട് പറഞ്ഞ വാക്കുകൾ പാലിക്കാതെ വന്നേക്കാം. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന് തൻ്റെ ജീവിതത്തിൽ ഒരു വാഗ്ദത്തം ദൈവം നൽകി. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, ഭൂമിയിലെ കടൽക്കരയിലെ മണൽത്തരി പോലെയും നിനക്ക് ഞാൻ സന്തതിയെ തരും. ആ സമയങ്ങളിൽ അബ്രഹാമിന് മക്കളില്ലായിരുന്നു. തനിക്ക് 75 വയസ്സായി. അബ്രഹാമിന് അറിയാമായിരുന്നു തൻ്റെ ശരീരം നിർജീവമായി പോയി. സാറ തൻ്റെ ഭാര്യ ഒരു കുഞ്ഞിനെ വഹിക്കാൻ കഴിയാത്ത വിധത്തിൽ പ്രായം ചെന്നു. സാറായിയുടെ ഗർഭപാത്രം അടഞ്ഞുപോയി. എങ്കിലും അത് ഗ്രഹിച്ചിട്ടും തന്നോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തിപ്പാൻ ദൈവം ശക്തനെന്ന് അബ്രഹാം വിശ്വസിച്ചു. സാധ്യതകളെല്ലാം അസ്തമിച്ചാലും എന്നോടും നിങ്ങളോടും പറഞ്ഞ ദൈവീക വാഗ്ദത്തങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ തക്ക സമയത്ത് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യും. ഈ ഭൂമിയിലെ മനുഷ്യർ വാക്കുമാറിയാലും നമ്മൾ വായിച്ച് കളയുന്ന ഓരോ താളിലെ പുസ്തകം പോലെയല്ല ദൈവത്തിൻ്റെ വചനം. അത് വായിച്ച് അത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നെങ്കിൽ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം ചെയ്യും. അത് ജീവനുള്ള വചനമാണ്. യേശു കർത്താവ് പറഞ്ഞു, നിനക്ക് കടുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോടെ ഇളകി മാറിപ്പോകാൻ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. അതേപോലെ നീ പ്രാർത്ഥനയിൽ എന്ത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നോ കർത്താവ് അത് എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തരും. ഈ പകൽക്കാലം നമ്മൾ വായിക്കുന്ന ഓരോ വചനങ്ങളെയും വിശ്വാസത്താൽ ഹൃദയത്തിൽ ഏറ്റെടുത്ത് കർത്താവ് അതെനിക്ക് ചെയ്തു തരാൻ മതിയായവനെന്നും ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിലും അത്ഭുതം ചെയ്യും. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചെങ്കിൽ ആ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ധൈര്യമായിരിക്കുക. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.